എല്ലാവർക്കും ഏറ്റവും ഡൗട്ടുള്ളൊരു പാർട്ടാണ് എന്താണ് എത്തിയോളജി മാനിഫെസ്റ്റേഷൻ എന്നുള്ളത്. എത്തിയോളജി എന്ന് പറയുന്നത് കോസ് ഓഫ് ഡിസീസും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അത് മൂലം ഉണ്ടാകുന്ന ഡിസീസുമാണ്. ഓക്കെ, അപ്പോൾ കോസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? കാരണം. ഒരു ഡിസീസ് ഉണ്ടാവാനുള്ള കാരണത്തിനെ എത്തിയോളജി ആയും അതുമൂലം ഉണ്ടായി എന്ന് പറയുന്ന ഡിസീസിനെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ കോസ് അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്ന എത്തിയോളജി ഓൾവേസ് പ്രൈമറിയും ഇതുമൂലം ഉണ്ടാകുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ സിംറ്റം ഒക്കെ എന്താണ്? സെക്കൻഡറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എത്തിയോളജി കോഡുകൾ ഓൾവേസ് പ്രൈമറി എന്നും മാനിഫെസ്റ്റേഷൻ കോഡുകൾ ഓൾവേസ് സെക്കൻഡറി എന്നും പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു എത്തിയോളജി ആണോ അല്ലെങ്കിൽ ഇത് മാനിഫെസ്റ്റേഷൻ ആണോ എന്നൊരു ടാബുലാർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു 3 കാരണങ്ങൾ കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഡുണ്ട്, ആ കോഡിൻ്റെ അണ്ടറിൽ യൂസ് അഡീഷണൽ എന്ന് പറയുന്ന ഒരു നോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഏത് കോഡിൻ്റെ അണ്ടറിലാണോ യൂസ് അഡീഷണൽ നോട്ട് ഉള്ളതെന്ന് നോക്കാം. ആ കോഡുകൾ എന്തായിരിക്കും? എത്തിയോളജി ആയിരിക്കും. ഓക്കെ, ഇനി എന്നാൽ ഏതെങ്കിലും ഒരു കോഡിൻ്റെ അണ്ടറിൽ കോഡ് ഫസ്റ്റ് എന്നാണ് നോട്ട് ഉള്ളതെങ്കിലോ? ഏത് കോഡിൻ്റെ അണ്ടറിലാണോ ആ കോഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് ആ കോഡുകൾ എന്തായിരിക്കും? മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. ഓക്കെ, യൂസ് അഡീഷണൽ എന്ന് പറയുന്ന ലിസ്റ്റിൽ പറയുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു കോഡ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിളോട് കൂടി നോക്കാം. ഇവിടെ ഡിമെൻഷ്യ വിത്ത് പാർക്കിൻസൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാർക്കിൻസൺ എന്ന് പറയുന്നതിൻ്റെ കോഡ് G20യും ഡിമെൻഷ്യൻ്റെ കോഡ് F02 കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പോയി ടാബുലാറിൽ പോയി നോക്കുകയാണെങ്കിൽ G20 എന്ന് പറയുന്ന പാർക്കിൻസണിൻ്റെ അണ്ടറിൽ യൂസ് അഡീഷണൽ എന്നൊരു നോട്ടുണ്ട് അല്ലേ? അപ്പോൾ പാർക്കിൻസണിൻ്റെ അണ്ടറിലല്ലേ യൂസ് അഡീഷണൽ എന്ന് നോട്ട് കണ്ടത്? അപ്പോൾ പാർക്കിൻസൺ എന്ന് പറയുന്നത് ഒരു എത്തിയോളജിയാണ്. ഓക്കെ, പാർക്കിൻസൺ എന്താണ്? ഒരു എത്തിയോളജിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു കോഡിൻ്റെ താഴെ യൂസ് അഡീഷണൽ എന്ന് പകരം കോഡ് ഫസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഇതേപോലെ തന്നെ എന്താണ്? കോഡ് ഫസ്റ്റ് എന്നായിരുന്നെങ്കിലോ? ആ കോഡ് ഫസ്റ്റ് എന്നാണെങ്കിൽ ആ മുകളിൽ പറയുന്ന കോഡ് എന്തായിരിക്കും? അതൊരു മാനിഫെസ്റ്റേഷൻ കോഡായിരിക്കും. ഇപ്പം ഇത് കൂടാതെ ചില കോഡുകളിൽ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന് പറയും. അപ്പോൾ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന് പറഞ്ഞാലോ? ഈ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന് പറഞ്ഞാലും ഈ കോഡുകൾ മാനിഫെസ്റ്റേഷൻ കോഡുകളാണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു നോട്ട് വെച്ചിട്ട് നമുക്ക് ടാബുലാറിൽ ഈ ഒരു കോഡ് എന്താണ്? എത്തിയോളജി ആണോ മാനിഫെസ്റ്റേഷൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പ്രയോറിറ്റികളും എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. സോ ഇൻ്റർവ്യൂ പർപ്പസിനൊക്കെ നമ്മൾ എന്താണ് എത്തിയോളജി, എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഹോപ്പ് എല്ലാവർക്കും എത്തിയോളജി ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.